ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ എക്കണോമിക്സ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ +1 +2 കൊമേഴ്സ് ഓപ്റ്റ് ചെയ്ത കുട്ടികൾക്ക് എക്കണോമിക്സിനകത്ത് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പേപ്പർ ബികോം പഠിക്കുന്ന സ്റ്റുഡൻസിനും ഒരുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ ഒരു എക്കണോമിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. എസ്പെഷ്യലി FIUGP എടുത്ത് FIUGPയിലെ ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആ ഒരു പേപ്പർ എലക്റ്റീവായിട്ട് മൈനർ സബ്ജക്റ്റായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് നമ്മൾ ഒരു സീരീസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ബേസിക്സ് ആണ്, അതായത് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പോർഷൻ ആണ്, അതായത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സ് എന്നുള്ള ഒരു ഏരിയ ആണ്. സോ ഇതിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് എക്കണോമിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. സോ എക്കണോമിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ഹ്യൂമൻ വാണ്ട്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അതായത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അവന് ഒരു ആഗ്രഹം തീരുമ്പം ഉടനെ അടുത്ത ആഗ്രഹങ്ങൾ തൊട്ടുപുറകെ കാണും. എപ്പോഴും അവൻ്റെ വാണ്ട്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. പക്ഷേ ഇത് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡുമാണ്. അതായത് നമ്മുടെ എക്കോണമിയിൽ ഈ ഒരു നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അപ്പം എക്കണോമിക്സിനകത്ത് ഡീൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൺലിമിറ്റഡ് വാണ്ട്സിനെ എങ്ങനെ ഈ ലിമിറ്റഡ് റിസോഴ്സസ് കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യാം, അതിന് നമുക്ക് കാര്യങ്ങൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് എക്കണോമിക്സിനകത്ത് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതായത് ഈ ഒരു ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ് ആണ് അല്ലെങ്കിൽ ഈ ഒരു ഫണ്ടമെൻ്റൽ കോൺഫ്ലിക്റ്റ് ആണ് ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ കോർ ഐഡിയ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് ബേസിക് ആയിട്ട് വരുന്ന ഒരു അതിൻ്റെ കാതലായ ഭാഗമെന്ന് പറയുന്ന ഇതാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ, ഹ്യൂമൻ വാണ്ട്സ് എന്ന് പറയുന്ന അൺലിമിറ്റഡ് ആണ്, എന്നാൽ അത് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡുമാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾക്ക് ഗിഫ്റ്റായിട്ട് ഒരു ബർത്ത്ഡേക്ക് നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് ഒരു 1000 രൂപ കിട്ടി. ഈ 1000 രൂപ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് പാർട്ടി നടത്താൻ വേണ്ടി ഉപയോഗിക്കാം, ഷോപ്പിങ്ങിന് വേണ്ടി, സേവിങ്സിന് വേണ്ടി, ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ ഈ 1000 എന്ന് പറയുന്ന എമൗണ്ട് ലിമിറ്റഡ് ആണ്. ആൻഡ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അൺലിമിറ്റഡുമാണ്. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ആവശ്യങ്ങൾ ഉണ്ട്. പക്ഷേ എങ്ങനെ നമുക്ക് ഈ ലിമിറ്റഡ് മണി ഉപയോഗിച്ച് നിങ്ങളുടെ അൺലിമിറ്റഡ് ആയ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാം? അവിടെ നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യും. നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ അവിടെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കും. സോ അത് തന്നെയാണ് നമ്മുടെ ഈ എക്കണോമിക്സിനകത്ത് വരുന്ന ഏരിയ. എക്കണോമിക്സിനകത്ത് നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ പറഞ്ഞു, വാസ്റ്റായിട്ട് നമ്മൾ എക്കണോമിക്സിനകത്ത് ഡീൽ ചെയ്യുന്നതും ഈ ഒരു കോൺസെപ്റ്റാണ്. ഇനി ഈ എക്കണോമിക്സിന് 2 ബ്രാഞ്ചസ് ആണുള്ളത്. ഒന്ന് മൈക്രോ എക്കണോമിക്സും 2 മാക്രോ എക്കണോമിക്സുമാണ്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെയാണ് ഡീൽ ചെയ്യുന്നത്. അതായത് വ്യക്തികളുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കമ്പനികളുമായിട്ട് റിലേറ്റ് ചെയ്ത്, അതായത് അവിടെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ പറ്റിയിട്ട് മാത്രമാണ് പഠിക്കുന്നത്, ഒരു സ്പെസിഫിക് സെക്ടറിനെ പറ്റി മാത്രം പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ക്ലാസ്സിനെ പറ്റി, ഒരു കോളേജിനെ പറ്റി മാത്രം പഠിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഒരു പെർട്ടിക്കുലർ ലൊക്കാലിറ്റിയിലെ വ്യക്തികളെ പറ്റി മാത്രം പഠിക്കുന്നത്, അതെന്നൊക്കെ പറയുന്നത് മൈക്രോ എക്കണോമിക്സിൻ്റെ ആസ്പെക്റ്റ് ആണ്. വേറസ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് നമ്മുടെ എക്കോണമീനെ മുഴുവനായിട്ട്, അതായത് ഇന്ത്യൻ എക്കോണമീനെ പറ്റി മുഴുവനും പഠിക്കുന്നതിനെയാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രൈസ്, ഡിമാൻഡ്, കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയർ, ഇങ്ങനെയുള്ള ഏരിയാസാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. എന്നാൽ മാക്രോ എക്കണോമിക്സ് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഒരു എക്കോണമീനെ മുഴുവനായിട്ടാണ്. അതായത് ഒരു എക്കോണമിയുടെ മുഴുവൻ GDP, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, ഇൻഫ്ലേഷൻ, ട്രേഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. സോ നമ്മൾ ഓൾ ടുഗദർ നമ്മളിപ്പം എക്കണോമിക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എക്കണോമിക്സ് എന്ന് പറയുന്നതിൻ്റെ കോർ ഐഡിയ എന്ന് പറയുന്നത് ഹ്യൂമൻ വാണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്, ലിമിറ്റഡ് ആണ്. ഹ്യൂമൻ വാണ്ട്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ആ അൺലിമിറ്റഡ് വാണ്ട്സിനെ എങ്ങനെ നമുക്ക് ലിമിറ്റഡ് റിസോഴ്സസ് കൊണ്ട് ഡീൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ എക്കണോമിക്സിനകത്ത് നോക്കുന്നത്. അല്ലെ, എക്കണോമിക്സിൻ്റെ കോർ ഐഡിയ എന്ന് പറയുന്നത് അതാണ്. ഇനി എക്കണോമിക്സിന് 2 ബ്രാഞ്ചസ് ആണുള്ളത്. ഒന്ന് മൈക്രോയും 2 മാക്രോയും ആണ്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ പറ്റിയിട്ടാണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ മാക്രോ എക്കണോമിക്സ് ഡീൽ ചെയ്യുന്നത് ഹോൾ എക്കോണമീനെയാണ്. എക്കോണമീനെ മുഴുവൻ എടുത്തിട്ടാണ് പഠിക്കുന്നത്. ഇനി നമുക്ക് ബിസിനസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ബിസിനസ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അതായത് ഏതൊരു എക്കണോമിക് ആക്ടിവിറ്റിയെയും നമ്മൾ എന്തെന്ന് പറയാം, നമുക്ക് ബിസിനസ് എന്ന് പറയാം. പക്ഷേ അവിടെ ഉണ്ടാകേണ്ട 2 കമ്പോണൻസ് ഉണ്ട്. ഒന്ന്, അവിടെ ഒന്നെങ്കിലും ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് വാല്യൂ ക്രിയേഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ജനറേഷൻ എന്നുള്ളതായിരിക്കണം. അതായത് ബിസിനസ് എന്ന് പറയുന്നത്
ഏതൊരു എക്കണോമിക് ആക്ടിവിറ്റിയും ബിസിനസ്സാണ്. പക്ഷേ അവിടെ ഉണ്ടാകുന്ന രണ്ട് ഐറ്റം, ഒന്ന് അവിടെ ഒന്നെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ എന്തുണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഉണ്ടായിരിക്കേണ്ടതെന്ന് അതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ മാനുഫാക്ചറിങ്, മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു റോ മെറ്റീരിയലിനെ നമ്മളൊരു ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അതായത് അവിടെ ഒരു പ്രൊഡക്ഷൻ നടക്കുന്നു. ബാങ്കിങ് എന്ന് പറയുന്നത് അവിടെ ഒരു സർവീസ് ആണ്, എക്സ്ചേഞ്ച് ആണ്, നമ്മളൊരു സർവീസ് ആണ് അവിടെ നടത്തുന്നത്. ഓക്കെ, അങ്ങനെയുള്ള എന്തിനേയും നമുക്ക് എന്തെന്ന് പറയാം, ബിസിനസ് എന്ന് പറയാം. ഓക്കെ, ഇനി ബിസിനസ്സിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് സർപ്ലസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ്സിന്റെ എയിം എന്ന് പറയുന്നത്, അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. പക്ഷേ അൾട്ടിമേറ്റ് എയിമിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളോട് ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ അവിടെ എടുക്കേണ്ട കുറച്ച് ഡിസിഷൻസ് ഉണ്ട്. അതായത് എന്ത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് സർവീസസ് നമ്മളവിടെ പ്രൊഡ്യൂസ് ചെയ്യണം, അതിൽ നിന്ന് ആർക്ക് ബെനിഫിറ്റ് കിട്ടണം, നമ്മൾ ഈ ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് മെത്തേഡ്സ് യൂസ് ചെയ്യണം, അതായത് വാട്ട് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഷുഡ് ബി അഡോപ്റ്റഡ്. സോ ഇതിനെ എങ്ങനെ ഏറ്റവും ബെറ്ററായിട്ട്, അതായത് ഏറ്റവും റാഷണലായിട്ട് എങ്ങനെ ഡിസിഷൻസ് എടുക്കാമെന്ന് എക്കണോമിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന എക്കണോമിക്സിനെ നമ്മൾ പറയുന്ന പേരാണ് ബിസിനസ് എക്കണോമിക്സ്, വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് മാനേജീരിയൽ എക്കണോമിക്സ്. ബിസിനസ് എക്കണോമിക്സിന് മറ്റൊരു പേരാണ് മാനേജീരിയൽ എക്കണോമിക്സ്. സോ ഈ ബിസിനസ് എക്കണോമിക്സിനകത്ത് എന്താ ചെയ്യുന്നത്, നമ്മുടെ എക്കണോമിക് തിയറീസ്, കോൺസെപ്റ്റ്സ്, ടൂൾസ്, എക്കണോമിക് തിയറീസ്, കോൺസെപ്റ്റ്സ്, ടൂൾസ്, ഇതിനെയെല്ലാം നമ്മൾ പ്രാക്ടിക്കൽ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ബിസിനസ് ഡിസിഷൻസിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഫിനോമിനയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ആകുമ്പോൾ അവിടെ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് കാണും, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കാണും. അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്ന പ്രോഫിറ്റ് ആണ്. സോ ഈ പ്രോഫിറ്റിലേക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഡിസിഷൻസ് എടുക്കണം. ഈ ഡിസിഷൻ മേക്കിങ്ങിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്കണോമിക് ടൂൾസ് അല്ലെങ്കിൽ തിയറീസ് ഉപയോഗിച്ച് നമ്മൾ ഈ ഡിസിഷൻസിനെ എങ്ങനെ എടുക്കണം, ഡിസിഷൻസ് എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബിസിനസ് എക്കണോമിക്സിന് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബിസിനസ് എക്കണോമിക്സിന്റെ ഫീച്ചേഴ്സിന്റെ നേച്ചർ എന്ന് പറയുന്നത് ഒന്നാമത് സയൻസ് ആണ്. അതായത് ബിസിനസ് എക്കണോമിക്സിനകത്ത് ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. സയൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കോസ് ഉണ്ടെങ്കിൽ അതിനൊരു എഫക്റ്റ് ഉണ്ടെന്നാണ് പഠിക്കുന്നത്. സോ ബിസിനസ് എക്കണോമിക്സിൽ നമ്മൾ ഇങ്ങനെയുള്ള കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് പഠിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും, അല്ലെങ്കിൽ പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയും. അവിടെ ഒരു കോസ് ഉണ്ട്, ആ കോസിന് ഒരു എഫക്റ്റ് ഉണ്ട്. അതിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു സയൻസ് ആണെന്ന് പറയുന്നത്. ദെൻ ബിസിനസ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ മൈക്രോ ബേസ്ഡുമാണ്, മാക്രോ ബേസ്ഡുമാണ്. അതായത് മൈക്രോ എക്കണോമിക്സിന്റെ ആസ്പെക്ട്സും ഇതിനകത്ത് വരുന്നുണ്ട്, മാക്രോ എക്കണോമിക്സിന്റെ ആസ്പെക്ട്സും ഇതിനുള്ളിൽ വരുന്നുണ്ട്. അതായത് നമ്മൾ രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിനെ പറ്റിയിട്ട് അങ്ങനെയുള്ള ആസ്പെക്ട്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് എക്കോണമി ആസ് എ ഹോൾ, അതായത് മാക്രോ എക്കണോമിക്സിന്റെ പല എലമെന്റ്സും നമ്മൾ ബിസിനസ് എക്കണോമിക്സിനകത്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ആൻഡ് ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ആർട്ടാണ്, ബിക്കോസ് നമുക്ക് ഈ തിയറീസും ടൂൾസും നമുക്ക് അവൈലബിൾ ആണ്. അതായത് എക്കണോമിക് തിയറീസ് നമുക്ക് അവൈലബിൾ ആണ്, ഈ തിയറീസ് നമുക്ക് അറിയാം. പക്ഷേ ഇത് ഓരോരുത്തരും എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, ഓരോ ഇൻഡിവിജ്വൽ ബിസിനസ് ഫേംസും അപ്ലൈ ചെയ്യുന്നത് എൻറ്റയർലി ഡിഫറൻറ്റ് ആയിരിക്കും. അത് അവരുടെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് അതിനകത്ത് വരുന്നുണ്ട്, അവരുടെ ഒരു ആർട്ട് അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ബിസിനസ് എക്കണോമിക്സിന്റെ ആർട്ട് എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് പ്രാഗ്മാറ്റിക് ആണ്. പ്രാഗ്മാറ്റിക് എന്ന് പറയുന്നത് ബിസിനസ് എക്കണോമിക്സ് റിയൽ വേൾഡ് ഓറിയന്റഡ് ആണ്. അതായത് റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. നമ്മുടെ ഒരു റിയൽ ബിസിനസ് സിനാരിയോയിൽ നമ്മൾ ഈ തിയറീസ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, അതാണ് ബിസിനസ് എക്കണോമിക്സിനകത്ത് പറയുന്നത്. അതുകൊണ്ട് അത് റിയൽ ലൈഫ് ഓറിയന്റഡ് ആയതുകൊണ്ടാണ് അതിനെ പ്രാഗ്മാറ്റിക് എന്ന് പറയുന്നത്. ദെൻ ഇന്റർ ഡിസിപ്ലിനറി ആണ്. ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറയാൻ റീസൺ, ഈ ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ പല തിയറീസും ടൂൾസും അല്ലെങ്കിൽ കോൺസെപ്റ്റ്സും ഒക്കെ ബോറോ ചെയ്തിരിക്കുന്നത് മറ്റു പല സ്ട്രീംസിൽ നിന്ന്, മറ്റു പല ഡിസിപ്ലിൻസിൽ നിന്നാണ്. അല്ലെങ്കിൽ മറ്റു പല ഡിസിപ്ലിൻസ് ഉള്ള മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിനാൻസ്, ഓപ്പറേഷൻസ്, ഇങ്ങനെയുള്ള പല സ്ട്രീമിൽ നിന്നുള്ള പല കോൺസെപ്റ്റ്സും തിയറീസും ടൂൾസും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബിസിനസ് എക്കണോമിക്സിനകത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഒരു ഇന്റർ ഡിസിപ്ലിനറി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നോർമേറ്റീവ് എന്ന് പറയുന്നത്, നമ്മൾ എക്കണോമിക്സിനെ പറ്റി പറയുവാണെങ്കിൽ അതൊരു പോസിറ്റീവ് ആസ്പെക്റ്റ് ആണ്, പോസിറ്റീവ് മാത്രം. അതായത് വാട്ട്
വാട്ട് ഈസ് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ നോർമേറ്റീവ് എന്ന് പറയുമ്പോൾ വാട്ട് ഷുഡ് ബി, എന്തായിരിക്കണം, എന്ത് ചെയ്യണം എന്ന് കൂടി ബിസിനസ് എക്കണോമിക്സിനകത്ത് പറയുന്നു. പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും. സോ അപ്പൊ നിങ്ങൾ അവിടെ എന്ത് ഡിസിഷൻ എടുക്കണം എന്നുള്ള കാര്യം കൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു, ബിസിനസ് എക്കണോമിക്സ് പറഞ്ഞു തരുന്നു. അതായത് നോർമേറ്റീവ് ആണ്, വാട്ട് ഈസ് എന്നുള്ളതിനേക്കാൾ വാട്ട് ഷുഡ് ബി, എന്തായിരിക്കണം, എന്ത് ചെയ്യണം എന്നൊരു കോൺസെപ്റ്റ് എന്ത് ചെയ്യുന്നു, ബിസിനസ് എക്കണോമിക്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ടാണ് ബിസിനസ് എക്കണോമിക്സ് നോർമേറ്റീവ് ആണെന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് ബിസിനസ് എക്കണോമിക്സിന്റെ ഫീച്ചേഴ്സ്. അതായത് ഒന്ന്, ഇതൊരു സയൻസ് ആണ്, ബിക്കോസ് അവിടെ ഒരു കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. ദെൻ ഇത് മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ് ബേസ്ഡ് ആണ്. ആർട്ടാണ്, ബിക്കോസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് അല്ലെ ടെക്നിക്സ് തിയറീസിനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ആർട്ടാണ്. ഇത് റിയൽ ലൈഫ് ഓറിയന്റഡ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ പ്രാഗ്മാറ്റിക് എന്ന് പറയുന്നത്. ഇതൊരു ഇന്റർ ഡിസിപ്ലിനറി കോൺസെപ്റ്റ് ആണ്. ബിക്കോസ് ഈ ബിസിനസ് എക്കണോമിക്സിനകത്ത് പല തിയറീസ്, കോൺസെപ്റ്റ്സ്, ടൂൾസ് എല്ലാം നമ്മൾ മറ്റു പല ഡിസിപ്ലിൻസിൽ നിന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മറ്റു പല ഡിസിപ്ലിൻസും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതൊരു നോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. അതായത് റെക്കമെൻഡേഷൻസ്, അതായത് നമുക്ക് വാട്ട് ഷുഡ് ബി, എന്ത് ചെയ്യണം എന്നുള്ളൊരു കോൺസെപ്റ്റിനെ പറ്റിയിട്ടും ഇത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇനി ഈ ബിസിനസ് എക്കണോമിക്സിന്റെ ആപ്ലിക്കേഷൻ ലെവൽ വരുമ്പോൾ അതിന്റെ സ്കോപ്പ് വരുമ്പം രണ്ട് ഏരിയയിലേക്കാണ് വരുന്നത്. ഒന്ന് ഇന്റേണൽ, അതായത് മാനേജറിയൽ ഡിസിഷൻസ് വിത്തിൻ ദ ഫേം, അതായത് ഒരു ഫേമിന് ഉള്ളിൽ നിന്ന് ഡിസിഷൻസ് എടുക്കേണ്ടത് എങ്ങനെയാണ്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ബിസിനസ് എൻവയോൺമെന്റ് ഇൻഫ്ലുവൻസ്, അതായത് എക്സ്റ്റേണൽ ആസ്പെക്ട്സ് എങ്ങനെ ബിസിനസ് എൻവയോൺമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ ഇന്റേണൽ ഒരു ഓപ്പറേഷൻ ഇഷ്യൂസ്. അതായത് ഇവിടെ നമുക്ക് വരുന്ന ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആൻഡ് അനാലിസിസ്. അതായത് നമുക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്ന് രാവിലെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ നോക്കുകയാണ്, മഴക്കാറുണ്ട്, മഴ പെയ്യുമായിരിക്കും. അത് നമ്മുടെ ഫോർകാസ്റ്റിംഗ് ആണ്. ആ ഫോർകാസ്റ്റിങ്ങിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ രാവിലെ പോകുന്നതിന് മുമ്പ് നമ്മൾ കുട എടുത്തിട്ട് പോകുന്നു. അത് നമ്മുടെ ഒരു ഡിസിഷനാണ്. അതുപോലെ തന്നെയാണ് ബിസിനസ് എക്കണോമിക്സിനകത്ത് നമുക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങും അനാലിസിസും വരുന്നുണ്ട്. നമ്മൾ ഡിമാൻഡിനെ എന്ത് ചെയ്യുന്നു, നേരത്തെ തന്നെ ഫോർകാസ്റ്റ് ചെയ്യുന്നു. നമ്മൾ അതിനെ അനലൈസ് ചെയ്ത് നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നു. ദെൻ കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ ഒപ്റ്റിമൈസേഷൻ, അതായത് ബിസിനസ് എക്കണോമിക്സിന്റെ മറ്റൊരു ഭാഗമാണ് കോസ്റ്റ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. അതായത് ഏറ്റവും മിനിമം കോസ്റ്റ് എങ്ങനെ, മിനിമം കോസ്റ്റിൽ നമുക്ക് എങ്ങനെ പ്രൊഡക്ഷൻ നടത്താം. സോ ആ ഒരു ആസ്പെക്ട്സും ഇതിനകത്ത് വരുന്നുണ്ട്. ദെൻ ഇൻവെന്ററി കൺട്രോൾ ആൻഡ് സപ്ലൈ ചെയിൻ, ഇൻവെന്ററി കോസ്റ്റ് ഏറ്റവും മിനിമം ആക്കി നമുക്ക് എങ്ങനെ ചെയ്യാം. അതുപോലെ പ്രൈസിംഗ് സ്ട്രാറ്റജി ആൻഡ് കോമ്പറ്റീഷൻ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ്സ് ഉണ്ട് എക്കോണമിയിൽ. ആ മാർക്കറ്റിൽ നമുക്ക് ഓരോ മാർക്കറ്റിലും നമ്മൾ പല പ്രൈസിങ് സ്ട്രാറ്റജീസ് ആണ് യൂസ് ചെയ്യുന്നത്, ബിക്കോസ് അവിടെ പല കോമ്പറ്റീഷൻ ലെവൽസ് ആണുള്ളത്. സോ അതിനെ പറ്റിയിട്ട് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിസോഴ്സ് അലോക്കേഷൻ, നമ്മൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യേണ്ടത്, എവിടെയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തണം. ദെൻ പ്രോഫിറ്റ് പ്ലാനിങ് ആൻഡ് റിസ്ക് അസസ്മെന്റ്, നമ്മളെങ്ങനെ പ്രോഫിറ്റ് ഗെയിൻ ചെയ്യണം, അതിന് നമുക്ക് വരുന്ന റിസ്കിനെ നമ്മൾ എങ്ങനെ അസസ് ചെയ്യണം. ഇതൊക്കെയാണ് ഇന്റേണൽ ആസ്പെക്ട്സിനകത്ത് വരുന്നത്. ഇനി എക്സ്റ്റേണൽ ആസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ മാക്രോ എക്കണോമിക് ആസ്പെക്ട്സ് ആണ്. അതായത് ബിസിനസ് സൈക്കിള്, അതുപോലെ ഇൻഫ്ലേഷൻ, ഗവൺമെന്റ് ഫിസിക്കൽ മോണിറ്ററി പോളിസീസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, സോഷ്യൽ ലീഗൽ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. അതായത് ഒരു ബിസിനസ്സിന് പുറത്ത് നിന്ന് നമ്മൾ ഇന്റേണൽ ആസ്പെക്ട്സിനെ പറ്റി നമ്മൾ പറഞ്ഞപ്പം ഇതെല്ലാം, ഈ പറയുന്ന ആസ്പെക്ട്സ് എല്ലാം ബിസിനസ്സിനുള്ളിൽ വിത്തിൻ ദ ബിസിനസ് ആണ്. ഒരു ബിസിനസ്സിനത് സ്വയമേ എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ബിസിനസ് സ്വയം ഇന്റേണലി ഡിസിഷൻസ് എടുക്കേണ്ടതാണ്. വെൻ നമ്മൾ എക്സ്റ്റേണൽ ആസ്പെക്ട്സിനെ പറ്റി പറയുമ്പോൾ അതങ്ങനെയല്ല. അതെന്താണ്, കുറച്ചും കൂടെ ഔട്ട്സൈഡ് ആണ്, ഔട്ട്സൈഡ് ദ ബിസിനസ് ആണ്. അത് എക്കോണമീനെ മൊത്തത്തിൽ അഫക്ട് ചെയ്യുന്നതാണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് ഇതിനകത്ത് കൂടുതലും വരുന്നത്. അപ്പോൾ നമ്മൾ ബിസിനസ് എക്കണോമിക്സ് എന്താണെന്ന് നമ്മൾ നോക്കി. ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. അതായത് നമുക്ക് എക്കണോമിക് തിയറീസിനെ നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്, നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സാണ് ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ബിസിനസ് എക്കണോമിക്സിന്റെ നേച്ചർ നമ്മൾ ഇന്ന് നോക്കി. അതുപോലെ തന്നെ അതിന്റെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ആസ്പെക്ട്സ് നമ്മൾ നോക്കുകയുണ്ടായി. ഓക്കെ, ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് എക്കണോമിക്സും ബിസിനസ് എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എക്കണോമിക്സ് എന്ന് പറയുന്നത് ജനറൽ തിയറിയാണ്. അതായത് എക്കണോമിയായിട്ട് റിലേറ്റ് ചെയ്ത തിയറീസ് മാത്രമാണ് എക്കണോമിക്സിനകത്ത് വരുന്നത്. എന്നാൽ ബിസിനസ് എക്കണോമിക്സിനകത്ത് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് ഈ തിയററ്റിക്കൽ ആസ്പെക്റ്റിനെ നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു, ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതിനെയാണ് ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. എക്കണോമിക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് നോർമേറ്റീവ് ആണ്. അതായത് വാട്ട് ഇറ്റ് ഈസ്, ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, ആ സിറ്റുവേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതും എക്കണോമിക്സിനകത്ത് പറയുന്നു. പക്ഷേ ബിസിനസ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ വാട്ട് ഷുഡ് ബി, എങ്ങനെ നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത്, എന്തായിരിക്കും റിസൾട്ട്, അതാണ് ബിസിനസ് എക്കണോമിക്സിനകത്ത് പറയുന്നത്. ദെൻ നമ്മൾ എക്കണോമിക്സിന്റെ സ്കോപ്പ് പറയുമ്പോൾ ഇതൊരു ബ്രോഡ് ആസ്പെക്റ്റ് ആണ്.
ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്, നാരോ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അതായത് എക്കണോമിക്സിനുള്ളിൽ വരുന്ന ഒരു ആസ്പെക്റ്റ് ആണ് ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇനി ഫോക്കസ് എന്ന് പറയുന്ന എക്കണോമിക്സ് നമ്മൾ സോഷ്യൽ വെൽഫെയർ ആണ് നോക്കുന്നത്, ബിക്കോസ് നമ്മുടെ എക്കോണമി ആസ് എ ഹോൾ ആണ് പഠിക്കുന്നത്. വേറസ് ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്ന പ്രോഫിറ്റ് മേക്കിംഗ് ആണ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ്. അതിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യുക, അതാണ് നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്. അനാലിസിസ് പാർട്ടിലേക്ക് വരുമ്പോൾ എക്കണോമിക്സിനകത്ത് നമ്മൾ മൈക്രോ ആൻഡ് മാക്രോ ആസ്പെക്ട്സ് നമ്മൾ നോക്കുന്നുണ്ട്. ബിസിനസ് എക്കണോമിക്സിലും 2 എലമെന്റ്സ് വരുന്നുണ്ട് എങ്കിൽ പോലും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന എന്തിനെയാണ്, കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന മൈക്രോ ആസ്പെക്ട്സിനെയാണ്. അപ്പം സോ ഫാർ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കിയത് നമ്മൾ എക്കണോമിക്സ് എന്താന്ന് പറഞ്ഞു. എക്കണോമിക്സിൽ നിന്ന് നമ്മൾ പിന്നീട് നമ്മൾ എക്കണോമിക്സിന്റെ 2 ബ്രാഞ്ചസ് ആയ മാക്രോ ആൻഡ് മൈക്രോ എക്കണോമിക്സിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ബിസിനസ്സിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. ബിസിനസ് എന്താണെന്നുള്ളത്, ബിസിനസ്സിനകത്ത് നമുക്ക് പല ഡിസിഷൻസ് എടുക്കാം. ആ ഡിസിഷൻ മേക്കിങ്ങിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ബിസിനസ് എക്കണോമിക്സ് ആസ്പെക്റ്റ് ആണ് ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ബിസിനസ് എക്കണോമിക്സിന്റെ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു. അതിന്റെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ആസ്പെക്ട്സിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ ഇന്ന് നോക്കിയത് എക്കണോമിക്സും ബിസിനസ് എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പം സോ ഫാർ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എക്കണോമിക് പ്രോബ്ലംസിനെ പറ്റിയിട്ടും അത് എങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്കോണമീനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടും നോക്കാം. അതുവരെ താങ്ക്